പാണക്കാട് തങ്ങളുടെ മസാല ഫോട്ടോ പ്രചരിപ്പിച്ച പ്രതിയെ ഇന്നിപ്പോ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോയ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. നാട്ടിലെ ഏത് കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്താലും ആ പ്രതിയുടെ പ്രതികരണം എടുക്കാനുള്ള മാധ്യമങ്ങളുടെ ഒരു കൂട്ടത്തള്ളലുകൾ നമ്മൾ കാണാറുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ മുഹമ്മദ് റോഷന്റെ പ്രതികരണം എടുക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് എന്തുകൊണ്ടോ ഒരു താല്പര്യമില്ലാതായി എന്ന് കരുതിക്കൊണ്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ ചില ചാനലുകളോട് അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നിട്ടുണ്ട്. സത്യം പുറത്തു വരും, സത്യം പുറത്തു വരും. സത്യം പുറത്തു വരും, സത്യം പുറത്തു വരും, സത്യം പുറത്തു വരും. ഇത് സത്യമില്ലെങ്കിൽ ആളെ എന്തേ സത്യം പുറത്തു വരും, വരട്ടെ. അത് തന്നെയാണ് കേരളം ആഗ്രഹിക്കുന്നത്. ഇതിലെന്താണ് ഇടതുപക്ഷത്തിന്റെ അനുഭാവമുള്ളവർക്ക് പ്രത്യേക താല്പര്യം? കാര്യം ഈ സംഭവം ഉണ്ടായതിന്റെ അടുത്ത 2 ദിവസം ഇടതുപക്ഷത്തിന്റെ തലയിൽ ഈ കുറ്റം ചാർത്തി, പ്രത്യേകിച്ച് അഫ്സൽ പാണക്കാട് എന്ന ഇടത് സഹയാത്രികനായിട്ടുള്ള ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചായിരുന്നു മുഴുവൻ ആക്ഷേപവും ആക്രോശങ്ങളും ഒപ്പം തന്നെ കൊലവിളിയും. ഇപ്പോ പ്രതി അറസ്റ്റിലായി. പ്രതിയുടെ പൂർവ്വകാല ചരിത്രമെല്ലാം പുറത്തേക്ക് വരുമ്പോൾ 916 MSF കാരനാണ്, ലീഗിന്റെ പച്ചപ്പടയുടെ പോരാളിയാണ്. അതും പോരാഞ്ഞിട്ട് പാണക്കാട് കുടുംബത്തിനകത്ത് ഒരു പ്രത്യേക കസേരയുള്ള വ്യക്തിയാണെന്ന് അദ്ദേഹത്തിന്റെ പൂർവ്വകാല ചരിത്രങ്ങൾ തെളിയിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തി അദ്ദേഹം അറസ്റ്റിലാകുമ്പോൾ എന്തൊക്കെയോ സത്യം പുറത്തു വരാനുണ്ടെന്ന് പറയുമ്പോൾ ആ സത്യത്തെക്കുറിച്ച് അറിയാൻ ഈ നാടിന് പ്രത്യേക താല്പര്യമുണ്ട്. കാര്യം മുൻപും പാണക്കാട് കുടുംബത്തിലെ മറ്റ് ചില തങ്ങന്മാരെ കുറിച്ചുള്ള രഹസ്യ വീഡിയോകൾ പുറത്തുവിട്ടത് ഇതേ മുഹമ്മദ് റോഷനാണ്. എന്താണ് മുഹമ്മദ് റോഷന് തങ്ങൾമാരുമായിട്ട് ഇത്ര അടുത്ത ബന്ധം? പ്രത്യേകിച്ച് കാപ്പ കേസിൽ പ്രതിയായിട്ടുള്ള ഒരു വ്യക്തിയെ